ജനുവരി 20 മുൻപ് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലികളായ ബന്ദികളെ വിട്ടു നൽകിയില്ല എങ്കിൽ കനത്ത വില നൽകേണ്ടി വരും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പോകുന്ന അല്ലെങ്കിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് പറയുന്നത്. അതായത് ജനുവരി 20-ാം തീയതി ട്രംപ് അധികാരത്തിലേറും. അതിനു മുൻപ് നിങ്ങൾ വിട്ടയക്കണമെന്നുള്ള താക്കീത് പോലെയാണ്, മുന്നറിയിപ്പും താക്കീതും പോലെയാണ് നൽകുന്നത്. ഈ ജനുവരി 20-ന് മുൻപ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് ഹമാസ് പോയില്ല എങ്കിൽ അത് ഹമാസിന്റെ അന്ത്യകൂദാശയിലേക്ക് എത്തിക്കുമോ കാര്യങ്ങൾ? ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു നിലപാടെടുത്ത് അക്ഷരാർത്ഥത്തിൽ ഈ ഹമാസിനെ മാത്രമല്ല ഇറാനെയും ഖത്തറിനെയും ഒക്കെ ഞെട്ടിച്ചു. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയ അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രായേൽ പൗരത്വമുള്ള ബന്ദികൾ ഏതാണ്ട് 101 പേരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്രയും പേരെ വിട്ടയക്കണമെന്ന് ട്രംപ് ഒരു നിലപാടെടുക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രംപ് നിലപാടെടുത്ത് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല ആദ്യം. കാരണം ഇസ്രയേലും പാലസ്തീനും തമ്മിൽ യുദ്ധമൊക്കെ നടക്കുമെങ്കിലും ട്രംപ് പരസ്യമായ ഒരു നിലപാടെടുത്തില്ല. നെതന്യാഹുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ അടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ, നിങ്ങൾ ഇതുവരെ കാണാത്ത, ലോകം ഇതുവരെ കാണാത്ത അമേരിക്കയുടെ ആക്രമണത്തിൻ്റെ ഒരു പുതിയ മുഖമായിരിക്കും കാണാൻ പോകുന്നത്. ഈ 101 ബന്ദികളെയും 20-ാം തീയതിക്ക് മുമ്പ് വിട്ടയക്കണം. 20 എന്ന് പറഞ്ഞാൽ അറിയില്ല, ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി പ്രസിഡന്റായി സ്ഥാനമെടുക്കുന്ന ദിവസമാണ്. ആ ദിവസം ഞാനൊരു ഏകാധിപതിയെ പോലെ ആയിരിക്കും എന്നൊക്കെ തന്നെ ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഐഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ഇസ്രയേലി അല്ലെ അമേരിക്കൻ പൗരത്വമുള്ള സൈനികൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടു. അയാൾ മുൻ സൈനികൻ കൂടിയായിരുന്നു. അയാളുടെ മുഖമൊക്കെ ശോഷിച്ച് ആകെപ്പാടെ അയാളുടെ ബോഡി മൊത്തം മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന ഒരാൾ. എന്നിട്ട് അയാൾ പറയാണ്, ഡൊണാൾഡ് ട്രംപേ അല്ലെ ബൈഡ, നെതന്യാഹു എന്നെ ഇവിടുന്ന് രക്ഷിക്കണേന്ന് എന്ന് പറഞ്ഞാൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഈ ബന്ദികളിൽ ഒരാളാണ്. അയാളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, അയാളെ ചങ്ങലക്കിട്ട് എവിടെയോ ഒളിപ്പിച്ച് താമസിക്കുന്നു. എന്നിട്ട് ഹമാസ് പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ ഇത്തരം ഭീകരനുണ്ട്, ഇത്തരം ബന്ദികളുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ആവശ്യമില്ലാത്ത പണിക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണിയാണ് ഹമാസ് ലക്ഷ്യമിട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ബന്ദികളെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഇസ്രായേലിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നാണ് ഹമാസ് കരുതിയത്. പക്ഷേ ഇയാൾക്ക് അമേരിക്കൻ പൗരത്വമുള്ളതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കില്ല, മുഴുവൻ ബന്ദികളെയും പുറത്തിറക്കിയിരിക്കണം, അന്ത്യശാസനമാണ് ഇത്, ഒരിക്കലും ഒരു കണ്ടീഷണലായിട്ടുള്ള, അതായത് എന്തെങ്കിലും ഉപാധികൾ വെച്ചുകൊണ്ടുള്ള, അൺകണ്ടീഷണലാണ്, മര്യാദയ്ക്ക് വിട്ടോണം, ഭീഷണിപ്പെടുത്തില്ലേ നമ്മൾ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതല്ലേ പറഞ്ഞ 20 ജനുവരി 20 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസത്തിന് മുമ്പ് ഇവിടെ മുഴുവൻ വിട്ടിരിക്കണം. വിട്ടില്ലെങ്കിൽ അമേരിക്ക ശക്തമായ അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞത്. പിന്നെ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ അതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. യുദ്ധം എങ്ങോട്ടൊക്കെ തിരിയുമെന്ന് അറിയില്ല. അതായത് ഇപ്പോൾ അറബ് നേഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ അതിൽ ഖത്തറാണ് ഈ ഹമാസിന് എല്ലാ സഹായം ചെയ്യുന്നത് അല്ലെ, രാഷ്ട്രീയമായി അഭയം കൊടുക്കുന്നു, സാമ്പത്തികമായ സഹായം, ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, തീവ്രവാദികളൊക്കെ അവിടെ സുരക്ഷിതമായി താവളം ഒരുക്കി കൊടുക്കുന്നു. അതെ. അപ്പോൾ ഈ ഖത്തറിനോടാണ് ഇനി ട്രംപിന്റെ നിലപാട്. ഖത്തറെ നിങ്ങൾ മര്യാദയ്ക്കിരുന്നു, നിങ്ങൾ ഇടപെട്ടോണമെന്ന്. കാരണം ഖത്തർ ഇത്രയും നാൾ ഹമാസിന് അഭയമൊക്കെ കൊടുത്തല്ലേ. ഇപ്പോൾ ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് ഹമാസിനെയൊക്കെ ഖത്തർ ഏതാണ്ട് അവിടുന്ന് പുറത്താക്കിയിരുന്നു, ഞങ്ങൾ ഇനി സഹായമൊന്നും നൽകുന്നില്ലെന്ന്. ഇപ്പോൾ വീണ്ടും ഖത്തറിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു. കാരണം ഷിയ തീവ്രവാദികളായ ഇറാനാണ് ഇതുവരെ ഇവർക്ക്, ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ ആയുധം എത്തിച്ചു കൊടുത്തത്. അവർക്കൊരു സാമ്പത്തിക സഹായം നിലയിൽ കൂടെ നിന്നത് ഖത്തറാണ്. കാരണം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഖത്തറിൽ മാത്രമാണ് ഷിയ കൂടുതലുള്ളത്. അതുകൊണ്ട് ഖത്തർ എപ്പോഴും ഈ ഹിസ്ബുള്ളയോട്, ഹമാസിനോട്, ഇറാനോട് ഒരുമിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് ഇനി ഖത്തറിനെ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. ഈ ഖത്തറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തറിയോ, ഖത്തർ ഒരു വലിയ രാജ്യമാണ്, സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ട്, വലിയ റിച്ച് കൺട്രിയാണ്. പക്ഷേ അവരുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ 4 ബേസുകൾ അവിടെയുണ്ട്. അതായത് ആർമി, അമേരിക്കൻ പട്ടാളം ഈ ഖത്തറിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന് ഓരോ വർഷം ഇത്ര രൂപ ഖത്തർ അമേരിക്കയ്ക്ക് കൊടുക്കണം. പക്ഷേ അതുകൊണ്ട് എന്ത് കൊടുക്കുന്നു, മറ്റ് രാജ്യങ്ങൾ ഖത്തറിനെ കയറി ആക്രമിക്കില്ല. കാരണം അമേരിക്കയുടെ ഒരു പിന്തുണകളുണ്ട്. അതേ ഖത്തറിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങളും ഇറാനും ചേർന്നാണ് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് അവിടുന്ന് ബന്ദികളെ പിടിച്ചുകൊണ്ട് പോവുകയും അത്തരത്തിലുള്ള ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയി ഹമാസ് നേതാക്കൾക്ക് അഭയം കൊടുക്കുകയും ചെയ്ത നിങ്ങളാണ്, ഇനി നിങ്ങളെ ഞങ്ങൾ വെച്ചേക്കില്ല എന്ന് പറയുന്നു. ഇവരാകെ പേടിച്ചിരിക്കുകയാണ് ഖത്തർ. കാരണം പറയുന്നു, ഈ 7-ാം തീയതിക്കുള്ളിൽ ഹമാസ് തീവ്രവാദികളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഹമാസും അതുപോലെ തന്നെ ഇറാനും പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഖത്തർ പേടിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഖത്തർ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണെങ്കിൽ അവർ സ്വന്തമായിട്ടൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. വെള്ളമില്ല, പാലില്ല, മരുന്നില്ല, ഫുഡില്ല, എല്ലാം മറ്റ് രാജ്യങ്ങളിൽ ഇറക്കുന്നത് ചെയ്യണം. അപ്പോൾ ഈ അമേരിക്ക ഈ ഇറാഖിനെതിരെ ഖത്തറിനെതിരെ ഒരു ഉപരോധം വല്ലതും ഏർപ്പെടുത്തിയാൽ തകർന്നുപോയി. കാരണം ഈ അമേരിക്ക പറയുന്ന പോലെയാണ് നാറ്റോ രാജ്യങ്ങൾ കേൾക്കുന്നത്, അമേരിക്ക പറയുന്ന പോലെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഖത്തർ ഇതിനകത്തൊരു മീഡിയേറ്റർ എന്ന നിലയിൽ നിന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ ബന്ദികളെ മോചിപ്പിച്ചില്ല എങ്കിൽ ഖത്തർ നിവാസികളുടെ ജീവിതം ഏതാണ്ട് കട്ടപ്പുകയാവും. കാരണം
ഈ ഖത്തർ വിസയുള്ള ആൾക്കാർ പുറത്തേക്ക് പോകുമ്പോൾ അമേരിക്ക അവിടെ ബാൻ ചെയ്യും, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അമേരിക്ക അവരെ ബാൻ ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന ഖത്തർ നിവാസികൾക്ക് അങ്ങോട്ട് പോകാനുള്ള അനുവാദം കൊടുക്കില്ല. മാത്രമല്ല ഖത്തർ വലിയ അസറ്റുകളൊക്കെ നിക്ഷേപിച്ചിരിക്കുന്ന അമേരിക്കൻ ബാങ്കുകളിലാണ്, ആ അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ചെയ്യും. ഇപ്പോൾ സാമ്പത്തിക നില തകരും. ഒപ്പം ഖത്തറിൻ്റെ ഏറ്റവും വലിയ എയർവേസ്, അതായത് ഖത്തർ എയർവേസ് ലോകത്തെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനികളിലൊന്നാണ്. അമേരിക്ക പറയാണ് ഞങ്ങളുടെ ആകാശത്തിന് മുകളിൽ കൂടെ ഖത്തറിൻ്റെ വിമാനം പറത്തില്ല. അങ്ങനെ പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രികളും ചെയ്യിക്കില്ല, നാറ്റോ സഖ്യവും ചെയ്യിക്കില്ല. എന്തിന്? സൗദി അറേബ്യയും UAEയും പോലും ഒരുപക്ഷെ ഖത്തറിനെതിരാകും. അപ്പോൾ ഖത്തർ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോകും. ഇങ്ങനെ ഒരു വാണിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒപ്പം ഇറാനുമുണ്ട്. ഇറാൻ്റെ അടുത്ത് പറഞ്ഞു അയത്തുള്ള അലി ഖമനേയി ഇപ്പോൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ തുർക്കിയിൽ എന്തോ ഇടപെടാൻ പോയിക്കാണ്, അതൊന്നും ഞങ്ങൾക്കറിയണ്ട, നിങ്ങളാണ് ചെല്ലും ചെലവും കൊടുത്ത് ഹമാസിനെ വളർത്തിയത്, അതുകൊണ്ട് 101 ബന്ദികളെയും പുറത്തിറക്കിയിരിക്കണം. അപ്പോൾ ഈ ബന്ദികളായി പിടിച്ചെടുക്കപ്പെട്ട പല ആൾക്കാരും ഈ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളവർ, അതായത് ഈ അമേരിക്കക്കാരാണെങ്കിൽ അവർ ഇസ്രായേൽ കഴിഞ്ഞാൽ ഇസ്രായേൽ പൗരത്വം കിട്ടും. അപ്പോൾ അമേരിക്കൻ പൗരനുമാണ്, ഇസ്രായേൽ പൗരനുമാണ്. അപ്പോൾ ഈ അങ്ങനെ കൊടുക്കും. ഇന്ത്യ ഒഴിച്ച് ചില വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ കൊടുക്കും. അപ്പോൾ ഈ അമേരിക്കയുടെ പ്രശ്നം അതാണ്, ഞങ്ങളുടെ പൗരന്മാരെ വിട്ടു കിട്ടണം. ഇപ്പോൾ ഈ 101 ബന്ദികൾ എവിടെയുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. അതുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞിരുന്നു, ഈ ബന്ദികളായി പിടിക്കപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ വിവരം തന്നാൽ, അവരെവിടെയുണ്ടെന്ന് അറിയിച്ചാൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ വരെ ഇനാം നൽകാം. ഒപ്പം ഇങ്ങനെ വിവരം നൽകുന്ന ഹമാസിൻ്റെ പോരാളികളാണെങ്കിൽ അവരെ രാജ്യം വിട്ടുപോകാനുള്ള ഒരു അനുമതി ഞങ്ങൾ തരാം. പക്ഷേ എന്നിട്ടും പിടികൂടാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പിടികൂടിയ ബന്ദികളെ മുഴുവൻ ഹമാസ് ഈ ഗസയിലും മറ്റും ഒളിപ്പിച്ച് താമസിപ്പിച്ചാൽ സ്വാഭാവികമായി ഇസ്രായേൽ ഗസയിൽ പിടിച്ചെടുക്കുമല്ലോ. അപ്പോൾ ഈ ബന്ദികളെ മോചിപ്പിക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ പ്രാദേശിക കമാൻഡർമാരുടെ കയ്യിലേക്ക് ഈ ബന്ദികളെ കൊടുത്തു. അപ്പോൾ 10 ബന്ദികൾ ഒരിടത്ത്, അടുത്ത 5 ബന്ദികൾ വേറെടുത്ത്, അടുത്ത 5 ബന്ദികൾ ഒരിടത്ത്. അപ്പോൾ ഇത് ഇസ്രായേൽ തിരിച്ചറിഞ്ഞാൽ ഇസ്രായേൽ ഈ പറയുന്ന ഗസയിൽ ഉൾപ്പെടെയുള്ള ശക്തമായ ആക്രമണമൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബെയ്റൂത്തിലെ ഒരു മേഖലയിൽ ചെന്നപ്പം അവർക്ക് കുറച്ച് രേഖകൾ കിട്ടി. ഈ രേഖകൾ കിട്ടിയപ്പോൾ ബന്ദികളെ ഗാസ വഴി സിറിയ വഴി ഇറാനിലേക്ക് കടത്താനുള്ള ഒരു പ്ലാനിൻ്റെ രേഖകൾ കിട്ടി. അതേക്കുറിച്ച് അന്വേഷിച്ച് ഇവർ പോയപ്പോഴാണ് മനസ്സിലായത്, സൈനികരായ ബന്ദികൾ, ഇപ്പോൾ പിടിച്ചോണ്ട് പോയതിൽ സൈനികരുണ്ട്, ഈ സൈനിക സേവനം ലഭിച്ച ആളുകളെ മാത്രം ഒരു സ്ഥലത്തേക്ക് മാറ്റി, ബാക്കിയുള്ളവരെ മുഴുവൻ പല പല കമാൻഡറുടെ കൈകളിലേക്ക് കൊടുത്തേക്കാണ്. ഈ കമാൻഡർമാരൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെങ്കിൽ ഈ കമാൻഡറുടെ കീഴിലുള്ള 5 ബന്ദികൾ ഇപ്പോൾ എവിടെ? ആർക്കും അറിയത്തില്ല. കാരണം കമാൻഡർ എത്തുമല്ലോ, പിന്നെ ഇവരെ എവിടെ ഒളിപ്പിച്ചതെന്ന് അറിയത്തില്ല. ഇനി ഇവരെ വല്ല ബങ്കറിലാണ് ഒളിപ്പിച്ചതെങ്കിൽ ആ ബങ്കറിനുള്ളിലിരുന്ന് ബന്ദികൾ ചത്തുപോയെന്നും അറിയത്തില്ല. അപ്പം ബന്ദികളെ പൂർണ്ണമായും കണ്ടെത്താൻ പറ്റുന്നില്ല. മാത്രമല്ല സൈനികരെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു, ക്രൂരമായി ഉപദ്രവിച്ചു. അതുകൊണ്ടാണ് ഐഡൻ അലക്സാണ്ടർ ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തുവിട്ടേക്കുന്നത്. അയാൾ കരഞ്ഞുകൊണ്ട് പറയാണ്, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ, ഞാനൊരു നരകത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ സൈനികനായ ഒരാളെ 1 വർഷം കൊണ്ട് ഇത്രയും ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പം ഭക്ഷണം കിട്ടിക്കാണില്ല, മരുന്ന് കിട്ടിക്കാണില്ല, നന്നായി ഉപദ്രവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ക്രൂരമായ നിലപാട് സ്വീകരിച്ച ഹമാസിനെ ഇനി ഞങ്ങൾ ഈ ഭൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കില്ല. അവർക്ക് സഹായം നൽകിയ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെയും അവർക്ക് എല്ലാ പിന്തുണയും നൽകിയ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെയും ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഖത്തറിന് മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള എല്ലാ അനുമതിയും അമേരിക്ക നിഷേധിച്ചാൽ അതുപോലെ ഒരു രാജ്യം തകർന്നു പോകാൻ മറ്റൊന്നും വേണ്ട. ഇപ്പോൾ സിറിയയിലുണ്ടാകുന്ന പ്രശ്നം ആരും അവരെ സഹായിക്കാനില്ല എന്ന് പറയുന്ന പോലെ അമേരിക്ക ഒരു ലോക പോലീസ് തന്നെയാണ്. അമേരിക്കയുടെ അടുത്ത് കളിച്ചാൽ അമേരിക്ക സ്വാഭാവികമായിട്ടും കളി പഠിപ്പിക്കും. ഇപ്പം നിലവിൽ ഖത്തറിലുള്ള ആർമി ബേസ് ഉണ്ട് അമേരിക്കയുടെ. ഈ ആർമി ബേസ് എപ്പോൾ വേണമെങ്കിലും അമേരിക്ക അവിടുന്ന് മാറ്റാം. ഇപ്പോൾ UAE എന്ന് പറയുന്നത്, പൊന്ന അമേരിക്ക നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരാം, ഞങ്ങളെന്ന് സംരക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇവരൊരു പക്ഷേ ഈ പറഞ്ഞ UAEയിലേക്ക് പോകും. ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യം എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ ആർമി ബേസ് അവിടെ പ്രവർത്തിക്കാനുള്ള. അപ്പോൾ അത്തരം സൗകര്യങ്ങളെല്ലാം തന്നു കഴിഞ്ഞാൽ അമേരിക്ക സ്വാഭാവികമായി അങ്ങോട്ട് പോകും. അപ്പോൾ ഖത്തർ ഒറ്റപ്പെടും. പിന്നെ അവരെ സഹായിക്കേണ്ട ഇറാനും ഒറ്റപ്പെടും. ഇവർക്ക് നേരെ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടായി. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ 7-ാം തീയതി അല്ലയോ ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം, 2023 ഒക്ടോബർ 7-ന് ആ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. അന്ന് അത് ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ അത് അന്നത് എത്രയും ക്രൂരമായി ആളുകളെ ഉപദ്രവിച്ച് പള്ളിക്കകത്ത് കയറിയല്ലേ, ആഘോഷം കയറി ഇത്രയും ആളുകളെ ഉപദ്രവിച്ച് കൊന്നതിന്റെ ഫലമായിട്ടാണ് ഇസ്രായേലിന് ഈ യുദ്ധം ആരംഭിക്കേണ്ടി വന്നതുപോലെ. പിന്നീട് യുദ്ധം അത് തീവ്രവാദ ശക്തികൾക്കെതിരെയായി ഇസ്രായേൽ നടത്തുന്നു. ഇനി ഒരാളും തീവ്രവാദ ശക്തികളാൽ കൊല്ലപ്പെടരുത് എന്നുള്ള ഒരു കാര്യം കൂടി, അത്തരത്തിലൊരു തീരുമാനം കൂടി ഇസ്രായേലിന്റെ ഭാഗത്തുള്ളത് കൊണ്ടാണ് ഈ ഹമാസിനെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും ഹൂത്തികൾക്കെതിരെയും ഇത്തരം ഒരു ഉറച്ച നിലപാട് ഇസ്രായേൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവരുടെ ഏത് തലവന്മാർ വന്നാലും അവരെയൊക്കെ ഇല്ലാതാക്കും. ഇസ്രായേലിന്റെ പല ചാരന്മാരും ഇറാനിലും ഹിസ്ബുള്ളയിലും അല്ലെങ്കിൽ സിറിയയിലും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും
ഇവരാരും ഈ പണി നിർത്തി പൂർണ്ണമായി ഇത് അവസാനിച്ച് പോകാൻ തയ്യാറാകാത്ത എന്തുകൊണ്ടാണ്? ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ ചിലപ്പോൾ യുദ്ധത്തിന്റെ മുഖം തന്നെ മാറും. നമ്മളൊക്കെ പേടിക്കുന്ന പോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ ഇത് പോകുമോ, ആ തരത്തിലേക്ക്. കാരണം ട്രംപ് എന്ന് പറയുന്ന ഒരു ഏകാധിപതിയാണ്. ട്രംപ് ഏത് രീതിയിൽ പ്രവർത്തിക്കാനും ഒരു മടിയുമില്ലാത്ത ആളാണ്. ലോക പോലീസാണ് അമേരിക്ക എന്നാണ് പറയുന്നത്. ആ ലോക പോലീസ് ട്രംപിന്റെ കയ്യിലാണ്. അപ്പോൾ അത്തരത്തിൽ ട്രംപ് ഒരു ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോയാൽ ഇസ്രായേലിന് പോലും ഒരുപക്ഷെ അത് തടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതെ, ഇപ്പൊ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ ഇവർ വരുന്നത്. ഇവിടെ പറയുന്നത് എന്താ? അപ്പൊ ധന്യ പറയുന്ന പോലെ ഇവരെന്താണ് ഇത് നിർത്താത്തത്? പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ തീവ്രവാദ നിലപാടുള്ള ഇവരുടെ അജണ്ട തന്നെ ഭീകരവാദം ലോകത്ത് പടർത്തുക എന്നുള്ളതാണ്, തീവ്രവാദം വളർത്തുക എന്നുള്ളത്. അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പണവും ആയുധവും ഒക്കെ വേണം. അതാണ് ഇറാൻ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 40 വർഷം കൊണ്ട് ഇറാനിൽ എണ്ണ വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ അവർ ഭീകരവാദം വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് ഷിയ തീവ്രവാദം ലോകത്ത് പടർത്താൻ വേണ്ടി ഹിസ്ബുള്ളയും ഹൂത്തിയും പോലെയുള്ള ഭീകര സംഘടനകളെ ഉണ്ടാക്കുന്നു. ഓരോ രാജ്യത്തും ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ എത്ര പറിച്ചെറിഞ്ഞാലും ഈ ഇസ്ലാമിക തീവ്രവാദം വളർന്നുകൊണ്ടേയിരിക്കും. ആത്യന്തികമായി പറഞ്ഞാൽ സുന്നി ഷിയ എന്ന് പറയുന്ന മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ബൈഡൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റവും വലിയ ലക്ഷ്യം താൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പ് തൻ്റെ പേരിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ എന്തെങ്കിലും വിവരം വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ, ഹമാസുമായിട്ടുള്ള യുദ്ധം നിർത്താനായിട്ട് ഇദ്ദേഹം പരമാവധി ശ്രമിച്ചു. പക്ഷേ ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പ് നടന്നില്ല. പകരം ഈ അമേരിക്ക ട്രംപും ഒക്കെ ഇടപെട്ടിട്ട് പറഞ്ഞു യുദ്ധം നിർത്തണമെന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്തു? ഹിസ്ബുള്ളയുടെ അടുത്ത് നിന്ന് ലെബനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ലെബനീസ് ഗവൺമെൻറ് ഹിസ്ബുള്ളയെ അവിടെ നിന്ന് ഒഴിവാക്കി. അത് ഒരു പക്ഷേ ട്രംപിൻ്റെ വിജയമാണ്. അപ്പോൾ എവിടെ നിന്ന് യുദ്ധം തുടങ്ങി? ഹമാസ് അവിടെ ഇസ്രയേലിൽ ഒരു യുദ്ധം തുടങ്ങുന്നു, കുറേ പേരെ ബന്ദികളാക്കുന്നു, കുറേ പേരെ കൊല്ലുന്നു. അത് അടുത്ത ഘട്ടത്തിലേക്ക് ഗസയിലേക്ക് കടന്നു, ലെബനിലേക്ക് കടന്നു, സിറിയയിലേക്ക് കടന്നു, തുർക്കിയിലേക്ക് കടന്നു, ഇറാനിലേക്ക് കടന്നു. അപ്പോൾ എത്ര രാജ്യങ്ങളിലേക്ക് പോയി? അപ്പോൾ ഈ യുദ്ധം പല രാജ്യങ്ങളിലേക്ക് പടർന്നല്ലോ. ഇപ്പോൾ ഹമാസ്, അതുവഴി ഹിസ്ബുള്ള, ഹൂത്തി, പിന്നെ രാജ്യങ്ങളുടെ കാര്യം എടുത്താലോ ഗസ, അതായത് പലസ്തീൻ കഴിഞ്ഞാൽ ലെബനിലേക്ക് കടന്നു, അത് കഴിഞ്ഞ് സിറിയയിലേക്ക് പോയി, തുർക്കിയിലേക്ക് പോയി. ഏറ്റവും ഒടുവിൽ ഇവരുടെ എല്ലാം ഫിനാൻഷ്യൽ സപ്പോർട്ടറായ ആയുധ വിതരണക്കാരായ ഇറാനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ ഘട്ടം പല രാജ്യങ്ങളിലേക്ക് പോയി. ഏറ്റവും ഒടുവിൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെത്തി. അവിടെയുള്ള ഈ പറയുന്ന ഖത്തറിനെയാണ് എതിർക്കുന്നത്. കാരണം മുമ്പ് ഇറാഖ് കുറേ സഹായമൊക്കെ ഇറാന് ചെയ്തു കൊടുത്തു. ഇപ്പോൾ ഇറാഖ് അതിൽ നിന്ന് മാറി, ഇപ്പോൾ ഖത്തറാണ്. അപ്പോൾ ഖത്തർ സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്ത, പൊളിറ്റിക്കൽ അഭയം നൽകി കൊടുത്ത, ആയുധങ്ങൾ എത്തിച്ചു കൊടുത്ത ആ ഒരൊറ്റ കാരണം കൊണ്ട് ട്രംപ് ഇനി ഖത്തറിന് നേരെ തിരിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്നടക്കം ഇന്ത്യയിൽ നിന്നടക്കം നിരവധി ആളുകൾ ഖത്തറിൽ ജോലി ചെയ്യുന്നു. അവരുടെയൊക്കെ ജീവിതത്തെ പോലും ഈ ഒരു ആക്രമണം ബാധിച്ചേക്കാം. അപ്പോൾ ട്രംപ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അനന്തരഫലം എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം 101 ബന്ദികളെ ഇനി തിരിച്ചു കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ട്രംപ് പറയുന്നത് ഡെഡ് ഓർ എലൈവ്, ജീവനോടെയോ അല്ലാതെയോ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. യാഹിയ സിൻവറിന്റെ ബോഡി ഇപ്പോഴും ഇസ്രായേൽ കൊടുത്തിട്ടില്ല. എന്താ കൊടുക്കാത്തതെന്ന് വെച്ചാൽ അവിടുന്ന് ബന്ദികളെ ഇങ്ങോട്ട് തരുമ്പോൾ തിരിച്ച് ഇവർക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടി ആവാം. അതുകൊണ്ടാണ് അമേരിക്ക പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഞാൻ ചുമതലയെടുക്കുന്ന ജനുവരി 20 മുമ്പ് ഈ ബന്ദികളെ മുഴുവൻ വിട്ടു തന്നില്ലെങ്കിൽ ലോകം ഇന്ന് വരെ കാണാത്ത ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇതിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നത് സ്വാഭാവികമായും ഖത്തറും അതുപോലെ ഇറാനുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഖത്തറിനെ കത്തിച്ചു കളയും, അല്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു 10 ലക്ഷത്തോളം ആളുകളാണ് മതം മാറി ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകുന്നത്. അതും ഇറാൻ വിട്ട് യൂറോപ്പിലെത്തി ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഇറാനിൽ ഉൾപ്പെടെയുള്ളവർ ഇസ്ലാം മതത്തിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ഇറാനിലേക്ക്, അതുപോലെ ഖത്തറിലേക്ക് ഏത് സമയവും ഏത് നിമിഷവും ഈ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകും. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആക്രമിച്ചാൽ സ്വാഭാവികമായും ഇസ്രായേൽ കൂടെ ചേരും, നാറ്റോ രാജ്യങ്ങളൊക്കെ പിന്തുണയുമായിട്ട് വരും. വലിയ ഒരു യുദ്ധമുഖത്തിനാണ് ഈ ഹമാസ് ഈ പോർക്കളം തുറക്കുന്നത്, അല്ലെങ്കിൽ ഹമാസ് കോപ്പ് കൂട്ടുന്നത് എന്നുള്ളതാണ്.